ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. അൽമായ മുന്നേറ്റത്തിൽ അടിയുടെ പൊടി പൂരം. മുണ്ടാടനെതിരെ പടയൊരുക്കം തളിയൻ വൈലി നേതൃത്വത്തിൽ. ഷൈജുവിനെ വിശ്വസിക്കരുതെന്ന് AMTയുടെ പല ഘടകങ്ങളും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഇന്നലെ അൽമായ മുന്നേറ്റക്കാരുടെ പല സ്ഥലത്തും സമ്മേളനങ്ങൾ നടന്നു. പലയിടത്തും ആകെ ബഹളമയമായിരുന്നു. ആ സമ്മേളനം മുഖ്യമായി കേട്ട ചില സംഗതികൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അറിയിക്കുകയാണ്. ചിലതെല്ലാം എനിക്ക് അയച്ചു കിട്ടിയിരിക്കുന്നത് ഈ അൽമായ മുന്നേറ്റക്കാരിൽ നിന്നും എനിക്ക് അയച്ചു കിട്ടിയിരിക്കുന്നത് 6 മിനിറ്റ് 7 മിനിറ്റൊക്കെയുള്ള വോയിസ് മെസ്സേജുകളാണ്, ചിലർ പ്രസംഗത്തിൻ്റെ ക്ലിപ്പുകളൊക്കെ. അപ്പോൾ അതിൻ്റെ പലതിൻ്റെയും വെളിച്ചത്തിലാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. അതായത് പല ഗ്രൂപ്പുകളും പല തരത്തിലാണ് അടി. ആ അടികളുടെ ഒരു രത്നച്ചുരുക്കം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക. സിനഡാനുകൂലികൾ 10 പേര് ഉള്ളുവെങ്കിലും അവർ കൃത്യമായി അവരുടെ പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. സിനഡാനുകൂലികൾ, അതാണ് അവരുപയോഗിക്കുന്ന വാക്ക്. 10 പേരുള്ളെങ്കിലും അവർ കൃത്യമായി അവരുടെ പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുക. ഇതാണ് അൽമായ മുന്നേറ്റക്കാരിൽ പല ഘടകങ്ങളുടെയും നിരീക്ഷണം. 2, നമ്മൾ അൽമായ മുന്നേറ്റക്കാർ ഈ സമവായത്തിന് പിന്നാലെ പോയിട്ട് ഒരു കാര്യവുമില്ല. ആദ്യം ഒറ്റ പള്ളികളിലും ഏകീകൃത കുർബാന ഉണ്ടായിരുന്നില്ല, സിനഡ് കുർബാന ഉണ്ടായിരുന്നില്ല. പിന്നെ 4 പള്ളികളിലായി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ 8 പള്ളികളിലായി. ഇപ്പോൾ എല്ലാ പള്ളികളിലും 3 മണിക്ക് സിനഡ് കുർബാന. ഒരാൾ പറയാണ് ആദ്യം ഒറ്റ പള്ളിയിലുണ്ടായിരുന്നില്ല, പിന്നെ 4 പള്ളികളിലാണ് സിനഡ് കുർബാന ഉണ്ടായിരുന്നത്. പിന്നെ അത് 8 പള്ളികളിലായി. ഇപ്പോഴോ എല്ലാ പള്ളികളിലും 3 മണിക്ക് ഒരു സിനഡ് കുർബാന. ഒരു കുർബാനയാണെങ്കിൽ പോലും എല്ലാ പള്ളികളിലുമാണ് സിനഡ് കുർബാന. അവരല്ലേ കൽദായവാദികളല്ലേ ജയിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്ഥിരമായി തോറ്റുകൊണ്ടിരിക്കുകയല്ലേ. ഒറ്റ പള്ളികളിൽ ഉണ്ടായിരുന്നില്ല, പിന്നെ 4 പള്ളികളായി, 8 പള്ളികളിലായി. ഇപ്പം എല്ലാ പള്ളികളിലും ഒരു കുർബാനയെങ്കിലും 3 മണിക്കാണെങ്കിലും സിനഡ് കുർബാന. നമ്മൾ തോറ്റ് തുന്നം പാടിയിരിക്കുന്നു. കലി കൊണ്ടിട്ടാണ് ഈ ആൾ പറയണത് കേട്ടോ. ഇനി അവരുടെ തന്നെ വാക്കുകൾ ഞാൻ പറയുന്നത്, അൽമായ മുന്നേറ്റക്കാരുടെ തന്നെ വാക്കുകൾ. ഷൈജു ആണെങ്കിലും മുന്നേറ്റ നേതൃത്വമാണെങ്കിലും നമ്മുടെ വൈദികരാണെങ്കിലും അവരുടെ കൂടെ നമ്മൾ ഉണ്ടെങ്കിലും നമ്മുടെ 7 വർഷം പോയി കഴിഞ്ഞു. ഷൈജുവിൻ്റെ നേതൃത്വം, അൽമായ മുന്നേറ്റം, വൈദികർ, ഇവരുടെ കൂടെയൊക്കെ നമ്മളുണ്ട്. പക്ഷെ നമ്മുടെ 7 വർഷമാണ് പാഴായിപ്പോയത്. ഇനി ഒരു ചർച്ചയിലും പങ്കെടുക്കാൻ പാടില്ല. ഏകം സഭ ഉണ്ടാക്കുമെന്ന് ഷൈജു പറഞ്ഞു, ഉണ്ടായോ? മുണ്ടാടൻ സ്വതന്ത്ര സഭ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു, ഉണ്ടായോ? ഇപ്പോൾ ഷൈജു മുണ്ടാടനും കൽദായവാദികളുടെ മുമ്പിൽ പരാജയം സമ്മതിച്ചു വന്നിരിക്കുന്നു. ബേമ മാറ്റിയിട്ടത് കൊണ്ട് എന്ത് കാര്യം? ബേമയിട്ട് കുർബാന ചൊല്ലും, പിന്നെ ബേമ മാറ്റിയിടും അത്രേ. ബേമ മാറ്റിയിട്ടും ജനാഭിമുഖ കുർബാന ചൊല്ലാതിരുന്നാൽ, അതായത് ജനാഭിമുഖ കുർബാന ചൊല്ലിയാൽ എന്ത് കാര്യം? ബേമയിടും, പിന്നെ ബേമ എടുത്ത് മാറ്റും. അതുകൊണ്ട് എന്ത് കാര്യം? ഈ 3 മണിക്ക് ബേമയിട്ട് കൽദായ കുർബാന ചൊല്ലുകയല്ലേ. സഭ അംഗീകരിച്ച കുർബാന അതാണെന്ന് ആളുകൾ അറിയുമ്പോൾ നമ്മുടെ മുഖത്ത് നോക്കി തുപ്പില്ലേ? ഇതെന്താണ് ഷൈജു മനസ്സിലാക്കാത്തത്? ഇതെന്താ മുണ്ടാടൻ മനസ്സിലാക്കാത്തത്? ബേമയിട്ടിട്ട് ബേമ മാറ്റണമെന്നാണ് മുണ്ടാടനും ഷൈജും പറഞ്ഞിരിക്കുന്നത്. ബേമ മാറ്റിയാലും ബേമയിട്ട് 3 മണിക്കൊരു കുർബാനയുണ്ട്. അപ്പോൾ ബേമയിട്ട് ഒരു കുർബാന ചൊല്ലുമ്പോൾ അതാണ് സിനഡ് കൽപ്പിച്ച കുർബാന, അതാണ് സഭയുടെ കുർബാന എന്ന് ജനങ്ങൾ തിരിച്ചറിയില്ലേ? അതൊരു സ്ഥായിയായ പ്രഖ്യാപനമല്ലേ? അപ്പം നമ്മുടെ മുഖത്ത് അവർ കാർക്കിച്ച് തുപ്പില്ലേ? ഇതെന്താ ഷൈജു മനസ്സിലാക്കാത്തത്? ഇതെന്താ മുണ്ടാടൻ മനസ്സിലാക്കാത്തത്? ഇനി വേറെ ആകെ വിജയമെന്ന് അവകാശപ്പെടാവുന്നത് ആലഞ്ചേരിയുടെ രാജ്യം മാത്രമാണ്. എന്നാൽ നമ്മുടെ വശത്ത് അതിനേക്കാൾ കൂടുതൽ നഷ്ടം. ഒരു പോരാട്ടത്തിൽ, യുദ്ധത്തിൽ ഈ അപ്പുറത്ത് ആലഞ്ചേരി രാജിവെപ്പിക്കാൻ കഴിഞ്ഞു. പക്ഷെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മെത്രാന്മാർ ഒന്നുകിൽ അവരെ മാറ്റി അല്ലെങ്കിൽ രാജിവെപ്പിച്ചു. ജേക്കബ് മനത്തോടത്ത് മാറ്റപ്പെട്ടു, സ്ഥലം മാറ്റപ്പെട്ടു. എടയന്ത്രത്ത് സ്ഥലം മാറ്റപ്പെട്ടു. കരിയിലിനെ രാജിവെപ്പിച്ചു. ബസിലിക്കയുടെ വികാരിയായിരുന്ന നരികുളത്തെ മാറ്റി. ഇങ്ങനെ നമുക്ക് നഷ്ടങ്ങളല്ലാതെ എന്തുണ്ട്? ഈ ആലഞ്ചേരി പോയിട്ട് നമുക്കെന്ത് നേട്ടമുണ്ടായി? തീർന്നില്ല. ഈ സിനഡ് മെത്രാന്മാർ മൊത്തം നമ്മുടെ അടുത്ത് മുട്ടുകുത്തുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അങ്കമാലിയിൽ സമരം തുടങ്ങിയത്. പൊളിഞ്ഞു പോയി അത്. എന്നിട്ട് നമ്മൾ അരമന കയ്യേറി കുറച്ച് വിജയം ആഘോഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷെ കൂരി ശക്തമായി എതിർത്ത് നിന്നതിനാൽ അതും കൈവിട്ടു പോയി. എന്തുമാത്രം പണം ചെലവിട്ടിട്ടാണ് അതൊന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കേണ്ടി വന്നത്, മാറ്റിയെടുത്തത്. ഇപ്പോൾ അരമനയുടെ മുമ്പിൽ കുറേ സ്ത്രീകൾ സമരം ചെയ്യുന്നു. 1 മാസത്തോളമായി നീണ്ടു നിൽക്കുന്ന സമരം. കുറച്ച് പേരെ ഉള്ളെങ്കിലും അതിനൊരു ശക്തിയുണ്ടല്ലോ. അതുപോലെ പിന്നെ പദയാത്ര 12 കിലോമീറ്റർ പ്രായമായ ആളുകളൊക്കെ യാത്ര നടത്തിയാവും.
അതിന് ഒന്നും ഗുണമുണ്ടായില്ലെന്ന് കരുതരുത്. നമ്മൾ അനേകം ആളുകളെ വിളിച്ചു കൂട്ടി വലിയ പണം ചെലവിട്ട് അവിടെ മഹാസംഗമം ഒക്കെ നടത്തി, ചിലതൊക്കെ അക്രമ സമരമായി. പക്ഷേ ഈ സ്ത്രീകളുടെ സമരവും പദയാത്രയ്ക്കാണ് ഈ പൊതുജനത്തിന് മുമ്പിൽ മതിപ്പുളവാക്കിയതും ഇപ്പോൾ വിജയിച്ചു നിൽക്കുന്നതും. അതിലൂടെയാണ് ഇപ്പോൾ 3 മണിക്കൊരു കുർബാന നമ്മൾ ചൊല്ലേണ്ടി വന്നത് എന്നൊരവസ്ഥ അല്ലേ പൊതുജനത്തിന് മുമ്പിൽ. എറണാകുളം അങ്കമാലി അതിലൂടെ പുറത്തുള്ളവർക്ക് എന്താ മനസ്സിലാക്കണേ? പദയാത്രയുടെ വിജയം, ഈ സ്ത്രീകളുടെ സമരത്തിൻ്റെ വിജയം. അതാണ് ഒരു കുർബാനെങ്കിൽ ഒരു കുർബാന ഈ 3 മണിക്ക് സിനഡ് കുർബാന ചൊല്ലാനായിട്ട് ഇടയാക്കിയത് ഈ പദയാത്രയുടെ വിജയമായിട്ടും ഈ സ്ത്രീകളുടെ സമരത്തിന് വിജയമായിട്ടും അല്ലേ പുറത്തേക്ക് കാണുന്നത്. നമ്മളുമായിട്ടുള്ള ചർച്ചയുടെ വിജയമായിട്ടൊക്കെ പറഞ്ഞാലും പുറത്തേക്ക് അങ്ങനെയാണോ? അപ്പൊ നമ്മൾ തോറ്റു തുന്നമ്പാടി നിൽക്കുകയല്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് ഈ സമവായത്തിന് മുണ്ടാടാൻ സമ്മതിച്ചത്? പട്ടം പോയാൽ ജീവിക്കാൻ വേറെ വഴിയില്ലെന്ന് കണ്ടിട്ടാണോ? ഒരു കൽദായ കുർബാന ചൊല്ലാമെന്ന് സമ്മതിച്ചല്ലേ മുണ്ടാടം വന്നിരിക്കുന്നത്. അങ്ങനെ ചൊല്ലില്ലെന്നല്ലേ ഇതുവരെ പറഞ്ഞിരുന്നേ. ഇനി വൈകാതെ എല്ലാ പള്ളികളിലും എല്ലാ കുർബാനയും കൽദായ കുർബാനയാകില്ലെന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? ഇത് നമുക്ക് ഇരുട്ടടിയാണ്. അൽമായ മുന്നേറ്റം സ്വീകരിക്കാൻ പാടില്ലായിരുന്നു. മുണ്ടാടനമായിട്ട് ഒത്തുതീർപ്പിന് നമ്മൾ തയ്യാറാകാൻ പാടില്ലായിരുന്നു. അവർക്ക് പട്ടം പോയാൽ ജീവിക്കാൻ വേറെ വഴിയില്ലെന്ന് വിചാരിച്ചിട്ടാണ് അവർ സമവായത്തിനും കൽദായ കുർബാനും ചൊല്ലാൻ പോയിരിക്കുന്നത്. ഈ അൽമായ മുന്നേറ്റക്കാർ സമ്മതിക്കാൻ പാടില്ല. ഷൈജു ഇത് സമ്മതിച്ച് തെറ്റായിപ്പോയി. സർക്കുലർ അംഗീകരിച്ചതോടെ അൽമായ മുന്നേറ്റത്തിന്റെ അസ്തിത്വം തന്നെ ചോദ്യചിഹ്നമായിരിക്കുകയാണ്. ഈ സർക്കുലർ, പാമ്പ്ലാനിയുടെ സർക്കുലർ അംഗീകരിച്ചതോടെ നമ്മുടെ അസ്തിത്വം, അൽമായ മുന്നേറ്റത്തിന്റെ അസ്തിത്വം തന്നെ ചോദ്യചിഹ്നമായി. പിന്നെ എന്തിനായി അൽമായ മുന്നേറ്റം നമ്മൾ രൂപീകരിച്ചത്? ജനാഭിയ കുർബാനയ്ക്ക് വേണ്ടി മാത്രമല്ലേ? എന്നിട്ട് ഇപ്പോഴോ കൽദായ കുർബാന എല്ലാ പള്ളികളിലും 3 മണിക്ക്, കൽദായ കുർബാന എല്ലാ പള്ളികളിലും 3 മണിക്ക്. ഇതിനേക്കാൾ വലിയ തോൽവി അൽമായ മുന്നേറ്റത്തിന് വേറെ ഉണ്ടോ? വിമത വൈദികർ അവർ പണ്ടല്ല, ഞാൻ പറയുന്നതാണ്. വൈദികർക്ക് വേറെ ഉണ്ടോ? നമ്മുടെ വൈദികർക്ക് വേറെ ഉണ്ടോ? വേറെ ആള്. ഇതുകൊണ്ടാണ് തളിയനച്ഛൻ്റെ എഴുത്ത് നിങ്ങൾ കണ്ടായിരുന്നു. തളിയൻ്റെ, സെബാസ്റ്റ്യൻ തളിയൻ്റെ ആഴ്ചയിൽ ഒരു സിനഡ് കുർബാന എന്നത് കൽദായർ ഒരുക്കിയ കെണിയാണെന്ന്. ആഴ്ചയിൽ ഒരു സിനഡ് കുർബാന എന്നത് കൽദായർ ഒരുക്കിയ കെണിയാണെന്ന്. അപ്പോൾ വേറെ ആൾ എഴുന്നിട്ട് പറയാ, ഏതൊരു മാണിപ്രമ്പൻ അത് പല പ്രാവശ്യം ഏതോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളാണ് കെണിയിലെന്ന്. ഇപ്പം സെബാസ്റ്റ്യൻ തളിയൻ നമ്മുടെ കൂടെ നിൽക്കുന്ന സെബാസ്റ്റ്യൻ തളിയൻ പറയണു ഈ ആഴ്ചയിൽ ഒരു സിനഡ് കുർബാന എന്നത് പോലും കൽദായർ ഒരുക്കിയ കെണിയാണെന്ന്. പാമ്പ്ലാനി കെണിയിലാണെന്നും നമ്മൾ കെണിയിൽ വീണെന്നും ഈ മാണിപ്രമ്പൻ പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള സെബാസ്റ്റ്യൻ തളിയൻ പറയണു ഈ നമ്മൾ കെണിയിൽ വീണ് കിടക്കാണ്. ഈ തളിയനച്ഛൻ്റെ വാക്കുകൾ. ഈ തീരുമാനം എറണാകുളം അതിരൂപതയിൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കും. ഇത്രനാളും തള്ളിപ്പറഞ്ഞ തലതിരിഞ്ഞ കുർബാനയ്ക്ക്, പുറംതിരിഞ്ഞ കുർബാനയ്ക്ക് ഔദ്യോഗിക അംഗീകാരം നൽകുക വഴി നമ്മൾ കൽദായർ വിരിച്ച കെണിയിൽ വീണ് കഴിഞ്ഞു. ഇത് സെബാസ്റ്റ്യൻ തളിയൻ്റെ വാക്കുകളാണ്. അതാണ് ഇന്നലെ ഒരാൾ കോട്ട് ചെയ്തത്. കൂനിന്മേൽ കുരുവാണ് പാമ്പ്ലാനിക്ക് എതിരായ കോടതി വിധി. വേറൊരാളുടെ വക. അൽമായ മുന്നേറ്റത്തിൽ പറയാണ് കൂനിന്മേൽ കുരു എന്ന പോലെയാണ്. അതായത് ഈ സർക്കുലർ ഒരു കുർബാന ചൊല്ലാനായിട്ട് 3 മണിക്കാണെങ്കിൽ 3 മണിക്ക് ചൊല്ലാനായിട്ട് സമ്മതിച്ചുകൊണ്ട് ഈ സർക്കുലർ അംഗീകരിച്ചു. അതിൻ്റെ പിന്നാലെയാണ് ഈ കൂനിന്മേൽ കുരു പോലെ പാമ്പ്ലാനിക്കെതിരായി കോടതി വിധി. തൽക്കാലത്തേക്ക് അദ്ദേഹം ചില കളികളൊക്കെ കളിച്ച് പിടിച്ചു നിൽക്കും. പക്ഷെ ഇക്കാര്യങ്ങൾ വത്തിക്കാനിലെത്തിയാൽ അദ്ദേഹത്തിൻ്റെ നില തന്നെ പരിങ്ങലിലാകില്ല എന്ന് പറയാൻ കഴിയുമോ? അൽമായ മുന്നേറ്റത്തിൽ ചർച്ചയെ പറയണേ കേട്ടോ. അപ്പോൾ വേറെ എന്താണ് പ്രശ്നപരിഹാരം? അപ്പോൾ 2 പരിഹാര മാർഗങ്ങളാണ് അവർ പറഞ്ഞതെന്ന് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. ഒന്ന്, അടുത്ത സിനഡിൽ അതിരൂപതയ്ക്ക് മുഴുവൻ കാനൂനിക നിയമപ്രകാരമുള്ള ഇളവ് ലഭിക്കാൻ, അതായത് മൊത്തം രൂപതയ്ക്ക് ഡിസ്പെൻസേഷൻ, ജനാഭിമുഖ കുർബാന മാത്രം ചൊല്ലാൻ, അത് കിട്ടാൻ സിനഡിൽ സമ്മർദ്ദം ചെലുത്തുക. അതുവരെ എല്ലാ വൈദികരും ഈ സമവായത്തിൽ നിന്ന് വിട്ടുനിൽക്കുക. ഇതാണ് സെബാസ്റ്റ്യൻ തളിയൻ മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു നിർദ്ദേശം ഈ പ്രശ്നപരിഹാരത്തിന്. സിനഡിൽ നിന്ന് അങ്ങനെ ഉറപ്പ് കിട്ടുന്നില്ലെങ്കിലോ? സിനഡിൽ അങ്ങനെ ഉറപ്പ് കിട്ടാൻ സാധ്യതയുണ്ടോ? കരിയിൽ പിതാവ് രാജിവെച്ച് പോകേണ്ടത് ഇങ്ങനെ മൊത്തം ഡിസ്പെൻസറിനും കൊടുത്തിട്ടാണ്. അപ്പോൾ ഒരാൾ എഴുന്നേറ്റുന്നത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമാണ് ഇപ്പോൾ കേൾക്കേണ്ടത്. അദ്ദേഹം പറയാണ്, ഇപ്പോൾ എറണാകുളത്ത് നിന്നുള്ള വൈദികരിൽ നിന്ന് ഒരു മെത്രാനെ തിരഞ്ഞെടുക്കുക. എറണാകുളത്ത് 300-400 വൈദികരുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു മെത്രാനെ തിരഞ്ഞെടുക്കുക. അപ്പോൾ ചിലർ പറഞ്ഞു അതിൽ തന്നെ പലർക്കും ആ മോഹമുണ്ട്. അപ്പോൾ അദ്ദേഹം പറയും 15 പേർക്ക് മോഹമുണ്ടെന്ന് വിചാരിക്കാം. 15 വൈദികർക്ക്, വിമത വൈദികർക്ക് മെത്രാനാകാൻ മോഹമുണ്ടെന്ന് കരുതുക. ആ 15 പേരും സ്ഥാനാർത്ഥികളാക്കുക. എന്നിട്ട് തീർത്തും ജനാധിപത്യ രീതിയിൽ സീക്രട്ട് ബാലറ്റിലൂടെ, രഹസ്യ ബാലറ്റിലൂടെ മെത്രാനെ തിരഞ്ഞെടുക്കുക. ആ തിരഞ്ഞെടുത്ത മെത്രാന്റെ പേര് റോമിൽ അറിയിക്കുക. ഭൂരിപക്ഷം കിട്ടി ജയിക്കുന്ന മെത്രാന്റെ പേര് തീർത്തും ജനാധിപത്യ രീതിയിൽ, എന്നിട്ട് റോമിൽ മാർപ്പാപ്പയെ അറിയിക്കുക.
ഇപ്പോഴത്തെ മാർപ്പാപ്പ ചെറുപ്പമാണ്, ഓർമ്മക്കുറവൊന്നുമില്ല. അതിനാൽ നമ്മുടെ വാദഗതികൾ അംഗീകരിച്ച് തരുമെന്ന് വിശ്വസിക്കണം. അതിന് വേണമെങ്കിൽ നമുക്ക് അവിടെയുള്ള ചില സ്വാധീനങ്ങളൊക്കെ ഉപയോഗിച്ച് സമ്മർദ്ദം ചെലുത്തണം. ഇത് മാത്രമാണ് പൊമ്മഴി, ഇത് മാത്രം. ഈ സർക്കുലർ നമ്മുടെ പോരാട്ടങ്ങൾ അന്ത്യമാണ്. ഇത് സ്വീകരിച്ചാൽ നമ്മൾ തോറ്റ് തൊപ്പിയിട്ടതിന് തുല്യമാണ്. ഇങ്ങനെയാണ് അവരുടെ ഈ ചർച്ച പോയത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് പല ഗ്രൂപ്പുകളിൽ ചർച്ച വന്നിട്ട് ആ ഗ്രൂപ്പുകളിലെ പല ചർച്ചകളെല്ലാം കൂടി സംഗ്രഹിച്ചാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും എല്ലാ ഗ്രൂപ്പിലും വന്നതല്ല, പക്ഷെ പൊതുവെ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഒരുത്തിന് എഴുന്നേറ്റെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് വട്ടാണ്, ഭ്രാന്താണ്, ഈ മാർപ്പാപ്പ ഇത് അംഗീകരിക്കുമെന്ന് തനിക്ക് പറയാൻ എങ്ങനെ കഴിയും? പിന്നെ വാക്കേറ്റമായി, തെറിവിളിയായി, അങ്ങനെ ആകെ അലങ്കോലമായിട്ടാണ് ഇന്നലെ പല അൽമായ മുന്നേറ്റ സമ്മേളനങ്ങളും അവസാനിച്ചത്. ഇവർ മുമ്പ് പറഞ്ഞിരുന്ന സംഗതി എന്താണെന്നറിയോ? ഒത്തുപിടിച്ചാൽ മലയും പോരും. ഒറ്റക്കെട്ടാണ്, ഒത്തുപിടിച്ചാൽ മലയും പോരും. ഇപ്പോൾ ഒന്നിക്കാനും പിടിക്കാനും പറ്റാത്ത അവസ്ഥയിലാണ്. ഇതൊക്കെ മാണിപ്പറമ്പളച്ചൻ്റെ ഭാവനയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്കും കിട്ടിക്കാണല്ലോ ഈ വോയിസ് നോട്ടുകളൊക്കെ. എത്രയോ സന്ദേശങ്ങൾ എനിക്ക് ചിലരൊക്കെ ഇട്ട് തരുന്നു. പക്ഷേ നിങ്ങളിൽ പലരും കണ്ടു കാണും, കേട്ട് കാണും. അപ്പം മാണിപ്പറമ്പളച്ചൻ്റെ ഭാവനയൊന്നുമല്ല, ശരിക്കും ഉണ്ടായ സംഗതികളാണ്. തെളിവുകൾ നിങ്ങളുടെ മുമ്പിൽ തന്നെ കാണും. എൻ്റെ മുമ്പിൽ ഏതായാലും ഉണ്ട്. ഞാൻ ഇതെന്തിനാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത് മനസ്സിലായോ? ഈ അൽമായ മുന്നേറ്റം എന്ന് പറയുന്നത് പിന്നാറ്റാണ്. മുന്നേറ്റമല്ല, പിന്നോട്ടാണ് പോണേ. എന്തുകൊണ്ട് ഇപ്പം ഇതൊക്കെ അവരുടെ വാക്കുകളാണ്. നിങ്ങൾ തന്നെ കേട്ടിരിക്കുന്ന വാക്കുകൾ ഞാനൊന്ന് സംഗ്രഹിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതൊന്നും ഉണ്ടാക്കി പറഞ്ഞതല്ല. ഈ വാക്കുകളൊക്കെ അവരുടെ വാക്കുകളാണ്. അതായത് തളീനേച്ചൻ്റെയും ഈ അൽമായ മുന്നേറ്റത്തിൽ സംസാരിച്ചവരുടെയും വാക്കുകളാണ്. ചുരുക്കത്തിൽ അവർ ആകെ തോറ്റ് തുന്നമ്പാടി നിൽക്കുകയാണ്. എന്തുകൊണ്ട്? സഭയുടെ പക്ഷത്തല്ല എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ പക്ഷത്തല്ല എന്നർത്ഥം. കർത്താവിൻ്റെ തുടർച്ചയാണ് സഭ. കർത്താവിൻ്റെ പക്ഷത്തല്ലെന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ പക്ഷത്താണ്. ഈ ക്രിസ്തുവിൻ്റെ ശത്രു പിശാചാണ്. ആ ശത്രുവിനെ സ്നേഹിക്കാൻ കർത്താവ് പറഞ്ഞിട്ടില്ല. നമുക്ക് വ്യക്തിപരമായ ശത്രുക്കളെ സ്നേഹിക്കാൻ പറഞ്ഞിട്ടുണ്ട് മനുഷ്യരെ. പിശാച് എന്ന ശത്രുവിനെ സ്നേഹിക്കാൻ കർത്താവ് പറഞ്ഞിട്ടില്ല. പിശാചുമായിട്ട് നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ശത്രുത ഉളവാക്കുന്നതാണ് കർത്താവ് പറഞ്ഞത്. സർപ്പവും സർപ്പസന്തതിയുമായിട്ടും സ്ത്രീയും സ്ത്രീയുടെ സന്തതിയാണ് നമ്മളെല്ലാവരും. നമ്മൾ ശത്രുത ഉളവാക്കുന്ന പറഞ്ഞേ. ശത്രുതയാണ് വേണ്ടത്. പിശാചുമായിട്ട് സർപ്പസന്തതികളുമായിട്ട് നമുക്ക് അലയൻസ് പാടില്ല, സഖ്യം പാടില്ല, ശത്രുത വേണം. ഇതാണ് ഉൽപ്പത്തി 3:15. അതിനെയാണ് പ്രോട്ടോ എവങ്കേലിയം എന്ന് പറയണേ. ഫസ്റ്റ് ഗോസ്പൽ, ഒന്നാമത്തെ സുവിശേഷം എന്താണ്? സർപ്പത്തോട് ദൈവം പറയാണ്, നീയും സ്ത്രീയും തമ്മിൽ, മനുഷ്യവംശം തമ്മിൽ, നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ, അതായത് സർപ്പവും സ്ത്രീയും തമ്മിലും സർപ്പസന്തതിയും മനുഷ്യമക്കളും തമ്മിൽ ശത്രുത ഉളവാക്കും. ശത്രുതയാണ് വേണ്ടത്. ആ പോരാട്ടത്തിൽ സ്ത്രീയുടെ സന്തതി സർപ്പസന്തതിയുടെ തല തകർക്കും, സർപ്പത്തിൻ്റെ തല തകർക്കും. ഇതാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന പോരാട്ടം. വി ആർ ബോൺ ടു ബാറ്റിൽ. സത്യവിശ്വാസികൾ കേൾക്കണം, വി ആർ ബോൺ ടു ബാറ്റിൽ. ഈ അൽമായ മുന്നേറ്റക്കാരെന്ന് പറഞ്ഞ സർപ്പസന്തതികൾക്ക് എതിരെയാണ് നമ്മുടെ പോരാട്ടം. ശത്രുതയാണ് വേണ്ടത്. അതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വി ആർ ബോൺ ടു ബാറ്റിൽ. ഇങ്ങനെ ഒരു യുദ്ധം ജയിക്കണമെങ്കിൽ അനേകം പോരാട്ടങ്ങൾ ജയിക്കണം. ടു വിൻ എ വാർ വി ഹാവ് ടു ഫൈറ്റ് മെനി ബാറ്റിൽസ്. അങ്ങനെ പല പോരാട്ടങ്ങളിൽ നമ്മൾ ഒരു 6-7 പോരാട്ടങ്ങൾ കഴിയുകയും ജയിക്കുകയും ചെയ്തു. അത് ഇന്നത്തെ മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 7-8 കാര്യം നമ്മൾ വിജയിച്ച് നിൽക്കുന്നത്, 7-8 കാര്യങ്ങൾ അവർ തോറ്റ് നിൽക്കുന്നത്. ഇനിയും നമ്മളെ വിജയിക്കൂ. കാരണം എന്താണ്? നമ്മൾ കർത്താവിൻ്റെ പക്ഷത്താണ്, സഭയുടെ പക്ഷത്താണ്. അതിനാൽ നമ്മൾ ജയിക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.